കഴിഞ്ഞ കുറച്ച് നാളുകളായി പാക് അധിനിവേശ കാശ്മീർ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പാക് സർക്കാരിനെതിരെ തിരിഞ്ഞിട്ട് നാളുകളേറെ ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് നാളെ, അതായത് മെയ് 11 ഒരു ലോങ് മാർച്ചിന് അവിടുത്തെ വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്തത്. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇന്ന് അവിടെ ഷട്ടർ ഡൗൺ ആൻഡ് വീൽ ജാം എന്ന് പറയുന്ന ഒരു സമരം ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ആ സമരം ഇപ്പോൾ അക്രമാസക്തമായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സംഘർഷഭരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചതിൽ പെൺകുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റിരിക്കുന്നു. 70ഓളം പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ ഇതിൻ്റെ നേതാക്കന്മാരെ ഉൾപ്പെടെ, കാരണം നാളെ നടക്കുന്ന ലോങ് മാർച്ച് ഏത് വിധേനയും തടയുമെന്ന് പാക് ഭരണകൂടം പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ വലിയ സമരത്തിലാണ്. അതിനിടയിൽ അവർ ഇന്ത്യയിലേക്ക് പോകും, ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി മാറും എന്നവർ പറഞ്ഞിരുന്നു. കാരണം ഇത് ഈ പാകിസ്ഥാനുമായി ഒരു ബന്ധമുള്ള ഒരു പ്രവിശ്യയായിട്ടല്ല പാകിസ്ഥാൻ ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം പാക് ജനതയ്ക്ക് ഒരു നീതിയും ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനതയ്ക്ക് മറ്റൊരു നീതിയുമാണ്. എന്തിനേറെ പറയുന്നു, മൈദയുടെയും ഗോതമ്പിൻ്റെയും സബ്സിഡി പോലും എടുത്തു കളഞ്ഞു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഈ മൈദയ്ക്കും ഗോതമ്പിനും സബ്സിഡി ഉള്ളപ്പോൾ ഇവിടെ സബ്സിഡി എടുത്തു കളയുന്നു. ഒപ്പം തന്നെ ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജലം ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പോലും ഇവർക്ക് നൽകുന്നില്ല. അങ്ങനെ ഇരുട്ടിലായിട്ട് തന്നെ നാളുകൾ ഏറെയായി. ഇവർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളെല്ലാം ചൈനീസ് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് നൽകി. അതുപോലെ തന്നെ അന്യായമായ നികുതി, പാകിസ്ഥാനിൽ മറ്റൊരിടത്തുമില്ലാത്ത നികുതികളാണ് പാക് അധിനിവേശ, അതായത് അവരുടെ ഒരു അടിമ പ്രദേശം പോലെയാണ് പാക് അധിനിവേശ കാശ്മീർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ പേരിന് വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രിയെ പാകിസ്ഥാൻ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം രാജ്നാഥ് സിംഗ് അമിത്ഷായും എല്ലാം പറഞ്ഞത് ഒരു തുള്ളി രക്തം ചീന്താതെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറും എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വമ്പൻ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് വിവിധ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത് സംഘർഷഭരിതമായിരിക്കുന്നു പാക് അധിനിവേശ കാശ്മീർ എന്നത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.